അവിടെയല്ല അന്ന് ഹിന്ദു മുസ്ലിം തമ്മിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിന്ന് പറഞ്ഞിട്ട് ഷെഫീഖ് എനിക്ക് ഫോണിൽ കാണിച്ചു തന്നത്. ഇപ്പോഴും അവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്രേ. അതിന്റെ ഇടയ്ക്ക് നീ അച്ചാറും കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലോ? മോളെ, നീ ഇന്ന് പോകണ്ട, നോമ്പല്ലേ. മോൾ ഇവിടെ ഇരുന്നിട്ട് ഉപ്പാക്ക് സമയത്തിന് മരുന്ന് എടുത്തു കൊടുത്താൽ മതി. ഉമ്മ പോയിക്കോളാം. അത് വേണ്ടമ്മ, എനിക്ക് 1 മാസം ക്ലാസ് ലീവല്ലേ, ഞാൻ പോയിക്കോളാം. ഉമ്മ ഇവിടെ ഇരുന്നാ മതി. പിന്നെ ഈ വെയിലത്ത് നോമ്പും വെച്ചിട്ട് ഉമ്മക്ക് ആവില്ല എല്ലാം കൂടെ. ഉപ്പാക്ക് ഇങ്ങനെ ആയിട്ടല്ലേ നമ്മൾ എങ്ങനെ കഴിഞ്ഞ ആൾക്കാരാ. അത് സാരമില്ല, പഠിച്ചവൻ പറഞ്ഞപ്പോൾ നമുക്ക് അനുസരിച്ചല്ലേ പറ്റൂ. മോളൊരു കാര്യം ചെയ്യും, ഒരുപാട് സമയം വരെ നിൽക്കണ്ട, വെയിലാകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് പോരും. ഉമ്മ ബേജാറാകൊന്നും വേണ്ട, അതൊക്കെ ഞാൻ നോക്കോളാം. ഇപ്പൊ ഉപ്പാന്റെ അടുത്ത് പോയിരിക്കാൻ നോക്ക്. ശരി എന്നാ. അല്ല, ഉമ്മത് എങ്ങോട്ടാ? ഞാൻ അന്നത്തെറിഞ്ഞ് വരില്ല റസ്യ. എത്ര നേരം ഫോൺ വിളിക്കുന്നു? എന്താ ഫോൺ സ്വിച്ച് ഓഫാ? ആ ഉമ്മ, ചാർജ് ഇല്ലായിരുന്നു, ഫോൺ സ്വിച്ച് ഓഫ് ആയതാ. എന്നാലും ഈ എന്തിന് ഇത്രയും നേരം നിന്ന്? നോമ്പുള്ള കുട്ടിയല്ലേ, ക്ഷീണാവില്ലേ മോളെ? ഇന്ന് ഞാൻ കൊറേ വീട്ടിൽ പോയമ്മ, പക്ഷെ കച്ചവടമൊന്നും നടന്നില്ല. ഒരു കുപ്പിയെങ്കിലും ചെലവാകട്ടെ വേണ്ട ഇത്രയും നേരം നിന്നത്. എന്നിട്ട് എന്തേലും വിറ്റ മോളെ? ഇല്ലുമ്മ, ഇവിടെ ഒരു പുതിയ സൂപ്പർ മാർക്കറ്റ് വന്നോണ്ടേ അച്ചാറും പപ്പടമൊക്കെ എല്ലാവരും അവിടെ നിന്ന് എടുക്കണമെന്ന് പറഞ്ഞ്. ഒന്നുപോലും വിറ്റില്ലുമ്മ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഒന്നുപോലും വിറ്റില്ല? അത് സാരമില്ല മോളെ, കച്ചവടമാകുമ്പോ അങ്ങനെയൊക്കെ തന്നെ. നോമ്പ് തുറക്കാൻ സമയമായില്ലേ, വാ. പൈസ കിട്ടിയിട്ട് ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങാന്ന് വിചാരിച്ചതാ. ഇനിയിപ്പോ നോമ്പ് തുറക്കാൻ വീട്ടിൽ എന്തേലും ഉണ്ടോമ്മ? നോമ്പ് തുറക്കാൻ ഫ്രൂട്ട്സ് തന്നെ വേണമെന്നൊന്നുമില്ലല്ലോ മോളെ, ഇങ്ങോട്ട് വാ. ഇനിയിപ്പൊ എന്താ ചെയ്യാമ്മ? ഇപ്പൊ 2 ദിവസമായിട്ട് അച്ചാറ് പപ്പടം ഒന്നും വിറ്റുപോയില്ലല്ലോ. വാപ്പാക്കുള്ള മരുന്നിന് എന്താ ചെയ്യാ? ഇപ്പൊ 2 ദിവസം കഴിക്കാനുള്ള മരുന്നുണ്ട് പാപ്പാക്ക്. ഇനിയിപ്പൊ അത് കഴിഞ്ഞ എന്തായാലും മരുന്ന് മുടക്കാൻ പറ്റില്ലല്ലോ മോളെ. എന്നെ ഖദീജ ഒരു പണിക്ക് വിളിച്ചിട്ടുണ്ട്, വീട്ടുപണിക്ക് എവിടെ ആള് വേണം പറഞ്ഞിട്ട്. ഉമ്മ പോട്ടെ, മോള് ഉപ്പാന്റെ അടുത്തിരിക്കുവോ? ഈ നോമ്പ് കൊടുത്തിട്ട് വീട്ടുപണിക്ക് പോവാന്നൊക്കെ പറഞ്ഞാ ഒന്നാമത് അവിടെ നല്ല പണി ഉണ്ടാകും. ഉമ്മക്ക് കാലിന് വയ്യാത്തല്ലേ, എന്തായാലും ഇപ്പൊ പോവാൻ നിക്കണ്ട. പിന്നെ എന്ത് ചെയ്യാനാ മോളെ? കുറച്ച് പൈസ കയ്യിലുണ്ടായിരുന്നു, അതിൽ അച്ചാറും പപ്പടമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണ്. അതാണെങ്കിൽ ഒന്നും വിറ്റും പോകുന്നില്ല. ഇങ്ങനെ വെച്ച കേട് വന്ന് പോവില്ലേ? ഇപ്പൊ പെരുന്നാള് വരാറായി. അതന്നെ ഉമ്മ ഞാനും ആലോചിക്കുന്നത്. ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഇവിടെയല്ലേ സാധനങ്ങൾ വിറ്റ് പോവാത്ത, ഈ പുഴന്റെ അക്കരെ പോയി നോക്കിയാലോ? അവിടെ ആണെങ്കിൽ സൂപ്പർ മാർക്കറ്റൊന്നും ഇല്ലല്ലോ. 4 വിറ്റ നമുക്ക് അതെങ്കിലും ആയില്ലേ. പുഴന്റെ അക്കരയിലോ? നീ എന്താ മോളെ പറയുന്നത്? അവിടെയല്ല അന്ന് ഹിന്ദു മുസ്ലിം തമ്മിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിന്ന് പറഞ്ഞിട്ട് ഷെഫീഖ് എനിക്ക് ഫോണിൽ കാണിച്ചു തന്നത്. ഇപ്പോഴും അവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്രേ. അതിന്റെ ഇടയ്ക്ക് നീ അച്ചാറും കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലോ? വേണ്ട മോളെ, വിറ്റില്ലെങ്കിൽ വിറ്റില്ല എന്നല്ലേ ഉള്ളൂ. ഒന്നാമത് ഉപ്പാക്ക് സൂലാണ്ട് കിടക്കുക, എന്തെങ്കിലും പറഞ്ഞ് തെരഞ്ഞു വരാൻ പോലും ആളില്ല. എന്റെ ഉമ്മ, ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ വാർത്തകളും ശരിയൊന്നും അല്ല. എവിടെയോ എന്തെങ്കിലും ചെറുതായിട്ട് നടന്നിട്ടുണ്ടാകും, അതിന് ആൾക്കാർ ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കുക. ഇക്കാലത്തൊന്നും ജാതിന്റെയും മതത്തിന്റെയും പേരിൽ മനുഷ്യർ തമ്മിൽ ഒരു പ്രശ്നമില്ല ഉമ്മ. എന്തായാലും നമ്മുടെ ആവശ്യമല്ലേ, ഞാൻ അതൊക്കെ എടുത്തിട്ട് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. പടച്ചോൻ കൂടെ ഉണ്ടാവും ഉമ്മ. പടച്ചോനെ, മോളെ കാത്തോളണേ. എടാ, നിങ്ങളൊക്കെ എന്ത് കളിയാടാ കളിക്കുന്നത്? ഇനി ഉത്സവത്തിന് 1 മാസമില്ല. കമ്മിറ്റിക്ക് എന്താ വരാത്തത്? എടാ, നമ്മളെ മാത്രമേ പിരിവിന് ഇറങ്ങാത്തുള്ളൂ, ബാക്കിയെല്ലാം ഇറങ്ങി. എടാ, ഭക്ഷണത്തിന്റെ സ്റ്റേജിന്റെ കാര്യമൊക്കെ നമ്മളെ ഏൽപ്പിച്ചത്. കഴിഞ്ഞ പ്രാവശ്യത്തിനൊക്കെ അടിച്ചു പൊളിയാക്കണം. വാക്ക് പറഞ്ഞാ പോലെ മോനെ. ഇന്ന് അമ്പലത്തിൽ കമ്മിറ്റി ഉണ്ട്, എല്ലാരും 7 മണിയാകുമ്പോഴേക്ക് എത്തണേ. ശരി ശരി. ഈ പിള്ളേരെയും കൊണ്ട് എനിക്ക് തലവേദനയാവില്ലത്.
ആരാ? അച്ചാറ്. അച്ചാറോ? അച്ചാറും പപ്പടമൊക്കെ വെക്കാൻ വന്നതാ. ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരു മിനിറ്റ്. അമ്മേ, അച്ചാർ തന്നെ വേണോ? നീ അല്ലടാ ഇന്നലെ പോയിട്ട് ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ട് വന്നിട്ട് എന്നിട്ട് ഇനി അച്ചാറോ? അതല്ല മേ, ഒരു പെൺകുട്ടി അച്ചാറായിട്ട് വന്നിട്ടുണ്ട്. നോമ്പുള്ള കുട്ടിയെ തോന്നുന്നു. ഈ വെയിലത്തൊക്കെ അമ്മ ഒരു കാര്യം ചെയ്യും, 1-2 ബോട്ടിൽ വാങ്ങി മേടിച്ചോ. പെൺകുട്ടിയോ? നോക്കട്ടെ. എന്താ മോളെ, അച്ചാറാ? ആഴ്ച പപ്പടവും ഉണ്ട്. വാ മോളെ, പിന്നെന്താ അവിടെ തന്നെ നിൽക്കുന്നത്? 2 പാക്കറ്റ് പപ്പടവും 1 ബോട്ടിൽ അച്ചാറെന്താ? വീട്ടിലുണ്ടാക്കിയതാ? ആഴ്ച. ആ ആ. അല്ല മോളെ, നിന്നെ ഇതുവരെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. വീട് എവിടെയാ? വീട് പോയണ്ട അക്കരെ ചേച്ചി, കുനിയൽ കടവ്. അത്രയും ദൂരത്തുനിന്നാണോ അച്ചാർ വെക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്? അവിടെയൊക്കെ കച്ചവടം കുറവേച്ചി, അതുകൊണ്ടാ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. എന്നിട്ട് ഇവിടെ വല്ല കച്ചവടമായോ? ഇല്ല ചേച്ചി, ഇത് ആദ്യത്തെ വീടാ. എന്നാ നമ്മളൊരു കാര്യം ചെയ്യും, 1 ബോട്ടിലും കൂടി എടുത്തോ. അല്ല, കുനിയൽ കടവില് എനിക്ക് അറിയുന്ന ആൾക്കാരുണ്ടല്ലോ. ബാപ്പന്റെ പേരെന്താ? KT ബഷീർ. ഏത് വെങ്ങലത്ത് മരക്കച്ചവടം ചെയ്യണതാ? അവരുടെ മോളാ? ആഴ്ച. നമ്മൾ പണ്ട് മുതലേ എന്തെങ്കിലും മരങ്ങളൊക്കെ വേണമെങ്കിൽ ഞങ്ങളുടെ മില്ലെന്നാ എടുക്കുന്നത്. അവിടെ നല്ല കച്ചവടമൊക്കെയുള്ള മില്ലല്ലേ മോളെ? പിന്നെന്തിനാ ഈ അച്ചാറും കൊണ്ടുവന്നിരിക്കുന്നത്? കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു ചേച്ചി, പക്ഷെ 2 വർഷം മുമ്പ് പാപ്പാക്കൊരു അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴാ ക്യാൻസർ ആണെന്ന് അറിഞ്ഞത്. അതോടെ വാപ്പ ആകെ തളർന്നു പോയി. ഇരിക്കണ വീടും മില്ലൊക്കെ വിറ്റിട്ടാ ഇപ്പൊ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തിന്റെ വരുമാനം നിലച്ചേ. ആദ്യം പൈസയുള്ള സമയത്ത് എല്ലാരും ഉണ്ടായിരുന്നു, ഇപ്പൊ കുടുംബക്കാര് പോലും തിരിഞ്ഞു നോക്കുന്നില്ല. അതുകൊണ്ടാ ഇപ്പൊ ഇതും എടുത്ത് വന്നത്. ആ ഗിരിയേട്ടാ, നമ്മുടെ അന്നദാനത്തിന് അമ്പലത്തിൽ ഏകദേശം എത്ര ആൾക്കാരുണ്ടാവും? 2500 അല്ല, ഞാൻ ചോദിച്ചത് ഈ അച്ചാറും പപ്പടേ അത് ഞാൻ സ്പോൺസർ ആയിട്ടോ. അല്ല, അത് ഞാൻ ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ. ആ ശരി ശരി. എന്നാ ശരി ചേച്ചി. അതെ, ഈ ഏപ്രിൽ 2-ാം തീയതി നമ്മുടെ അമ്പലത്തിൽ ഉത്സവമുണ്ട്. അപ്പോൾ 2500 അന്നദാനം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള അച്ചാറും പപ്പടവും ഇയാൾക്ക് സെറ്റാക്കാൻ പറ്റുമോ? പിന്നെ ഗൂഗിൾ പേ നമ്പർ മേടിച്ചല്ലേ? അപ്പൊ സാധനം മേടിക്കാനുള്ള പൈസയെ ഞാൻ അതിലേക്ക് അഡ്വാൻസ് ഇട്ടുതരാം. പിന്നെ അടുത്ത 2-3 ഉത്സവം കൂടെ നടക്കാറുണ്ട്. ഞാൻ അവിടുത്തെ കമ്മിറ്റിക്കാരും കൂടി ബന്ധപ്പെട്ട് ആ ഓർഡർ കൂടി പിടിച്ചേരാൻ നോക്കട്ടോ. മോനെ, എനിക്ക് ആ കുട്ടി പറയുന്ന കേട്ടിട്ടേ എന്തോ ഒരു വിഷമമാകുന്നടാ. മോനൊരു കാര്യം ചെയ്, മോന്റെ ബിസിനസ് ഒക്കെ നല്ലപോലെ പോകുന്നില്ലേ? ആ കുട്ടിന്റെ വീട് എവിടെയെന്ന് അന്വേഷിച്ചിട്ടേ അവര് ബാപ്പാക്കുള്ള ചികിത്സന് സഹായം ചെയ്ത് കൊടുക്കട കൂട്ടാ. ഞാനും ആലോചിച്ചായിരുന്നു എന്തെങ്കിലും ചെയ്തു കൊടുക്കമ്മ. കുറച്ച് ആളുകൾ അവരുടെ മുതലെടുപ്പിനായി സോഷ്യൽ മീഡിയയിലൂടെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യന്മാരെ തമ്മിൽ അകറ്റുവാൻ ശ്രമിക്കുന്നുണ്ട്. ഒരിക്കലും അത്തരം വാർത്തകൾ വിശ്വസിക്കാതിരിക്കുക. ഇതാണ് നമ്മുടെ കേരളം. ഇവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ ഒരു വേർതിരിവില്ല. നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്. അതാണ് ഈ നാടിൻ്റെ നന്മ. അതിലൊരിക്കലും മാറ്റം വരാതിരിക്കട്ടെ.